ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അധികം ബോറടിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഉച്ച വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ രാവിലെ ഒരു ചായയോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ചായ കുടിച്ചുകൊണ്ട് ഞാൻ ഫോണിൽ നോക്കുന്നതാണ്. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ ചായയും കുടിച്ചുകൊണ്ട് ഫോണിലത്തെ അപ്ഡേറ്റ്സ് നോക്കുന്നത്, സ്റ്റാറ്റസും പിന്നെ ഗ്രൂപ്പിലൊക്കെ വന്ന് ഗുഡ് മോർണിംഗ് മെസ്സേജസിനൊക്കെ റിപ്ലൈ എല്ലാം കൊടുത്തിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കും. ഇന്ന് രാവിലെ റാഗി ദോശയായിരുന്നു. റാഗി തലേന്നേ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരച്ച് വെച്ചിട്ടാണ് ഇതുപോലെ നല്ല പൊങ്ങി നല്ല മാവായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്, കഴിഞ്ഞ ഞായറാഴ്ചത്തേതാണ് ഇത് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച മിക്കവാറും ഇവിടെ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കനൊക്കെ വൃത്തിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇതിപ്പോൾ കുത്തുന്നത് വെളുത്തുള്ളി കേട്ടോ. മസാലയ്ക്ക് വേണ്ടിയിട്ട് മസാല മിക്സ് ചെയ്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെളുത്തുള്ളിയും പുതിനയിലയും മല്ലിയിലയും ഒക്കെ ഇടാറുണ്ട്. എന്നിട്ട് തൈരിലാണ് മിക്സ് ചെയ്ത് വെക്കാറുള്ളത്. ഇത് ഞാൻ പുളിയുണ്ടോ നോക്കുന്നതാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ തൈരാണ് ഇത് കേട്ടോ. വീട്ടിൽ പാല് തൊട്ട് വെച്ചിട്ടാണ് തൈര് ഉണ്ടാക്കാറുള്ളത്. വാങ്ങിക്കാറേ ഇല്ല. സാധാരണ ഇതുപോലെയാണ് ഞാൻ തൈര് ഉണ്ടാക്കാറുള്ളത്. ബാക്കി വന്നിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ്, ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണ്. അപ്പോൾ ബിരിയാണി ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സാലഡ് ആക്കുകയെന്ന്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കറിവേപ്പില പൈസ കൊടുത്ത് വാങ്ങുന്നതായതുകൊണ്ട് തന്നെ ഭയങ്കര വിഷം ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളത്തിൽ കുറേ നേരം ഞാൻ വെക്കും. അതിനിടയ്ക്ക് ഞാൻ മുട്ട കഴിക്കുന്നതാണ്. നമ്മൾ ഡെയിലി ഓരോ മുട്ട വീതം കഴിക്കാറുണ്ട്. പിന്നെ എൻ്റെ സ്കിൻ കെയർ ഞാൻ മുടക്കാതെ ചെയ്യുന്ന കാര്യമാണ് ഇത്. രക്തചന്ദനം ഡെയിലി തന്നെ ഞാൻ മുഖത്ത് പറ്റുമ്പോഴൊക്കെ പുരട്ടാറുണ്ട്. ഒന്നും അസുഖമൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഇത് പുരട്ടി വെക്കാറുണ്ട്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും നമ്മളിതുപോലെ എന്തെങ്കിലും ഇല വാങ്ങിക്കാറുണ്ട്. അതായത് മുരിങ്ങയിലൊക്കെ വാങ്ങിക്കാറുണ്ട് ഇവിടെ. അപ്പോൾ മുരിങ്ങയില വൃത്തിയാക്കിയിട്ട് ഞാനൊരു സഞ്ചിയിലാക്കി സൂക്ഷിക്കുക ചെയ്യാറുള്ളത്. ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ വാടിപ്പോവും പെട്ടെന്ന്. അപ്പോൾ ഇതുപോലെ വൃത്തിയാക്കിയിട്ട് സഞ്ചിയിൽ വെക്കും. പിന്നെ ഉച്ചയൂണ് കഴിക്കാമെന്ന് 1:30-2 മണിയോട് കൂടിയിട്ട് നമ്മൾ നല്ല ചൂടോടുകൂടി ബിരിയാണി കഴിക്കുന്നതാണ്. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് തന്നെ കഴിക്കാറുണ്ട് കേട്ടോ. നമ്മൾ 3 പേരും ഒരുമിച്ചിരുന്നിട്ട് തന്നെ ബിരിയാണി കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊരു ഡ്രിങ്കാണ്. ഇതിൻ്റെ പേരെന്തോ ആണ്. ഇത് നമ്മൾ സാധാരണ ഇങ്ങനത്തെയൊന്നും വാങ്ങിക്കാറില്ല. ഇത് ഇവളുടെ ഫ്രണ്ട് ഉണ്ട്, താഴെയുള്ള കുട്ടി, അവൻ കൊണ്ട് തന്നെയാണ് ഇവൾക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മധുരം കഴിക്കാമെന്നുള്ള രീതിയിൽ ഞാനൊരു ലഡു കഴിക്കുന്നുണ്ട്. ബീട്രൂട്ട് ലഡുവാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ അല്ല, ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മധുരം കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. പിറ്റേന്ന് കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഡെയിലി ഓരോന്ന് വെച്ചിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രം കഴുകലാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. ഒരുപാട് പാത്രങ്ങളുണ്ടാകും. പക്ഷേ ബിരിയാണി ആക്കുന്ന സമയത്ത് പാത്രങ്ങൾ കുറവായിരിക്കും. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങും. ബിരിയാണിയെല്ലാം കഴിച്ച് കുമ്പയൊക്കെ നിറഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങും. ഞാനും മോളും കൂടിയിട്ട് ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴേക്കും ആണ് എണീക്കാറുള്ളത്. എന്നിട്ടാണ് ചായ കുടിക്കുക വൈകുന്നേരത്തെ. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഉച്ചവരെയുള്ള കാര്യങ്ങൾ കുറേ ആകുമ്പോഴേക്കും ബോറടിക്കുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഇത് മാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.